നിയോഗത്താലി അഥർവും ശ്രീനന്ദിയും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആര്യൻകുട്ടൻ സ്കൂള് വിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. ആള് ചെറിയൊരു പിണക്കത്തിലാ. കാര്യം മറ്റൊന്നുമല്ല, വന്നപ്പോൾ അച്ഛനുമില്ല അമ്മയില്ല. പോർച്ചിലേക്ക് നിർത്തിയ കാറിൽ നിന്ന് ശ്രീനന്ദ ഇറങ്ങി നേരെ ലിവിംഗ് റൂമിലേക്ക് വന്നു. ഗാർഡനിൽ ചെടി നനച്ചുകൊണ്ട് നിന്ന ഇന്ദിര അവളെ കണ്ട മാത്രമേ തന്നെ കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് വലിയ ചോദ്യവും പറച്ചിലൊന്നുമില്ല. അവൾ മുട്ടുകുത്തി അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്തു പറ്റി ആന്റിയുടെ ആര്യൻകുട്ടന്? എന്താ ഒരു പിണക്കം? അവന്റെ അല്പം വീർത്തിരിക്കുന്ന മുഖം പിടിച്ചൊന്ന് മെല്ലെ ഉയർത്തിക്കൊണ്ട് ശ്രീനന്ദ ചോദിച്ചു. ആന്റി എന്താ എന്നെ വൈകിട്ട് കൂട്ടാൻ വരാഞ്ഞേ? ആന്റി ജോലിക്ക് പോയിരിക്കുമല്ലായിരുന്നോ? ഏതെങ്കിലും ഒരു നേരം ആന്റിയും അച്ഛനും കൂടെ ആര്യൻകുട്ടനെ കൊണ്ടുവിടാം. മുമ്പും ആര്യൻകുട്ടൻ സ്കൂൾ ബസ്സിലല്ലേ വന്നുകൊണ്ടിരുന്നത്? അത് ചോദിച്ചപ്പോൾ കുഞ്ഞിച്ചക്കൻ ഉത്തരവില്ല. ശ്രീനന്ദ ഒരു ചിരിയോടെ അവന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അഥർവ് അവിടെ എത്തി. എന്താണ് അച്ഛൻ്റെ കുട്ടനൊരു പിണക്കം? അഥർവ് ആര്യൻകുട്ടനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ പറഞ്ഞുകൊണ്ട് ശ്രീനന്ദയുടെ പിടിവിട്ട ആ കുഞ്ഞു ചെറുക്കൻ അഥർവിന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അച്ഛൻ ഓഫീസിൽ ജോലിയൊക്കെ ചെയ്തു മടുത്തു. അതുകൊണ്ട് ആന്റിയെ കൂടെ കൊണ്ടുപോയതാ. മോന് വിഷമമായെങ്കിൽ അച്ഛൻ ആന്റിയെ ഇനി ഇവിടെ നിർത്തിയിട്ട് പോയിക്കോളാം. ആര്യന്റെ നെറുകയിൽ തഴുകിക്കൊണ്ട് അഥർവ് പറഞ്ഞു. ഇല്ല, എനിക്ക് പിണക്കമില്ല. ആന്റി അച്ഛൻ കൊണ്ടുപോയിക്കോ. അപ്പോഴേക്കും നന്ദ വന്നിട്ട് ആര്യൻകുട്ടനെ അവളുടെ കയ്യിലേക്ക് എടുത്തു. ഡോ, കുഞ്ഞിനെ താഴെ നിർത്തിക്കേ. ആദ്യം വഴക്ക് പറഞ്ഞെങ്കിലും നന്ദി അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൾ അവനോട് സ്കൂളിലെ വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ട് അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. അവർ രണ്ടാളും അകത്തേക്ക് കയറുന്നത് കണ്ടതോടെ ഇന്ദിര ചെടി നനച്ചുകൊണ്ടിരുന്ന ഹോസ് താഴേക്കിട്ട് ടാപ്പ് ഓഫ് ചെയ്തു. അവർക്ക് പിന്നാലെ അകത്തേക്ക് ചെന്നു. രണ്ടാളും പോയി ഫ്രഷായിട്ട് വാ, അമ്മ കോഫി എടുക്കാം. ശരി അമ്മേ പറഞ്ഞുകൊണ്ട് അഥർവ് മുകളിലേക്ക് നടന്നപ്പോൾ ശ്രീനന്ദ നേരെ ഇന്ദിരയ്ക്ക് പിന്നാലെ അടുക്കളയിലേക്കാണ് വന്നത്. ആഹാ, മോള് ഫ്രഷ് ആവാൻ പോയില്ലേ? ഇത്തിരി കഴിയട്ടമ്മേ. ഇനി ഒറ്റയ്ക്ക് ജോലി ചെയ്തപ്പോ അമ്മ മടുത്തുപോയോ? ഏയ് ഇല്ല മോളെ. പിന്നെ ഓഫീസിൽ ചെന്നിട്ട് എങ്ങനെയുണ്ട്? എല്ലാവരോടും അടുപ്പമൊക്കെ ആയോ? ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് പാനിലേക്ക് ഒഴിച്ചുകൊണ്ട് നിന്ന ഇന്ദിര ചിരിയോടെ അവളെ കേൾക്കാൻ തയ്യാറായി നിന്നു. ചെന്നപ്പോൾ മുതൽ ഇറങ്ങിയപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും ഒന്നിടപെടാതെ അവരോട് പറഞ്ഞു അവൾ. അപ്പോ എങ്ങനെ, ഓഫീസൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓഫീസൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ഏട്ടനെ സമ്മതിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്? അതിനിടയ്ക്ക് എത്ര കോൾസ് വരുന്നു. ഓ, ശ്രീനന്ദ വല്ലായ്മയോടെ പറഞ്ഞു നിർത്തി. അതിനിപ്പോ എന്താ, മോളും അവന്റെ അത്ര എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഇതൊക്കെ അവനെപ്പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ടെൻഷനാകുന്നമ്മേ പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ഇന്ദിരയെ ചുറ്റിപ്പിടിച്ച് അവരുടെ മാറിലേക്ക് മുഖം ചേർത്തു. അയ്യേ, ഇത്രയുള്ളൂ എൻ്റെ നന്ദക്കുട്ടി. ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തോന്നുന്നതാ. അവൾ പെട്ടെന്ന് അവരെ മുഖമുയർത്തി നോക്കി. ഇത് തന്നെയാണ് ഏട്ടനും എന്നോട് പറഞ്ഞത്. ആ കണ്ടു, അപ്പൊ അത്രയുള്ള കാര്യം. ഇന്ദിര കാര്യങ്ങളെ കുറച്ചുകൂടി നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതും ശ്രീനന്ദയുടെ മനസ്സിലേക്ക് ഒരു തണുപ്പ് വന്ന് പടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അഥർവ് ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്ത് നിൽപ്പാ നന്ദായത്? ഞാൻ കരുതി താൻ ഫ്രഷാകാനായി മുറിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന്. ഇല്ല ഏട്ടാ, ഞാൻ താ പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ പറഞ്ഞുകൊണ്ടവൾ ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. സൂക്ഷിച്ചു പോ. അവളുടെ ആ ഓട്ടം കണ്ടുകൊണ്ട് അവൻ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അവളതൊന്നും കേട്ടില്ലെന്ന് വിട്ട് ഓടി മുറിയിലേക്ക് കയറി. കട്ടിൽ വന്നിരുന്നുകൊണ്ട് പടികൾ ഓടിക്കയറിയതിൻ്റെ കിതപ്പടക്കിയ ശേഷമാണ് അവൾ വാർഡ്രോബിൽ നിന്നും കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങൾ എടുത്ത് വാഷ്റൂമിലേക്ക് പോയത്. മുടിയൊക്കെ ഒന്ന് നല്ലപോലെ തോർത്തി ഉണക്കി ശേഷം അവൾ മെല്ലെ താഴേക്ക് വന്നു. അപ്പോഴേക്കും അഥർവ് അവിടെ കോഫി കുടിച്ചിരിപ്പുണ്ട്. അഥർവിന്റെ അരികിൽ തന്നെ ആര്യൻകുട്ടനും ഉണ്ട്. അവൻ എന്തൊക്കെയോ സംശയം ചോദിക്കുകയും അഥർവ് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അച്ഛനും മോനും തമ്മിൽ കാര്യമായൊരു ഡിസ്കഷൻ? അവൾ ആര്യൻകുട്ടന്റെ മുടിയിൽ കൂടി ഒന്ന് വിരലൊടിച്ചു. ഓ, അതൊന്നും ഇല്ല നന്ദ, അവന്റെ ഓരോരോ ഡൗട്ട്. അഥർവ് അലസമായി പറഞ്ഞു. അച്ഛൻ എവിടെ? അമ്മ അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ വൈകുന്നേരം ആരെയോ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയതാ മോളെ. ചിലപ്പോൾ ഇത്തിരി താമസിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇന്ദിര പറഞ്ഞപ്പോൾ ഒന്ന് മൂളിക്കൊണ്ട്
ശ്രീനന്ദ കോഫി മഗ് ചുണ്ടോട് ചേർത്തു. ആര്യൻകുട്ടൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത് അവൾ അവനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. കോഫി വേണോ? മെല്ലെ ചോദിച്ചതും അഥർവിന്റെ കൂർത്ത നോട്ട് അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. നന്ദ പ്ലീസ്. ഏട്ടാ, ഒരു പ്രാവശ്യമല്ലേ? കുട്ടിയല്ലേ അവൻ? അതുതന്നെയാണ് പ്രശ്നം. അവൻ കുട്ടിയാ. കുട്ടികൾക്ക് കഫീൻ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. നന്ദയ്ക്ക് അറിയില്ലെങ്കിൽ ഞാനതൊന്നുകൂടി പറയാം. സോറി ആര്യൻകുട്ട, ഇത്തിരി കൂടി വലുതായിട്ട് കുടിക്കാട്ടോ. നന്ദ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ശേഷം വീർപ്പിച്ച മുഖത്തോടെ അഥർവിനെ ഒന്ന് നോക്കി. രണ്ടുപേരും കോഫി കുടിച്ച കപ്പ് കൊണ്ട് കഴുകി വെച്ചു. ശേഷം കയ്യും കാലും മുഖവും കഴുകിക്കൊണ്ട് അവൾ പൂജാമുറിയിലേക്ക് നടന്നു. അപ്പോൾ അഥർവ് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ആര്യൻകുട്ടന് കോഫി കുടിക്കാത്തതിൻ്റെ സങ്കടം കാണുമെന്നോർത്ത് നന്ദ അവൻ അടുക്കളയിൽ ചെന്നിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് പീസ് കൊണ്ടുവന്ന് കൊടുത്തു. അത് കിട്ടിയതും അവൻ ഹാപ്പിയായി. വീണ്ടും നന്ദ പൂജാമുറിയിലേക്ക് പോയി. ആദ്യം വിളക്കിൽ ദീപം തെളിയിച്ചു. ശേഷം ഒരു ചിരാതിൽ ദീപം പകർന്നെടുത്തുകൊണ്ട് തുളസിത്തറയിലേക്ക് കൊണ്ടുവന്നു. അഥർവും ആര്യനും ഇന്ദിരയും എല്ലാവരും വന്നു മാറി മാറി തൊഴുതു പ്രാർത്ഥിച്ചു. ശ്രീനന്ദ കുറച്ചധികം നേരം ആ ദീപങ്ങളെയും സായം സന്ധ്യയുമൊക്കെ നോക്കി പടിക്കെട്ടിൽ തന്നെ ഇരുന്നു. അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണിത്. ആ സമയത്ത് ആരും പോയി ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് അവൾക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അഥർവും ആര്യൻകുട്ടനും ഇന്ദിരയും ആരും ആ ഭാഗത്തേക്ക് പോയില്ല. ശ്രീനന്ദ ഉമ്മറത്ത് നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഇന്ദിര ആര്യൻകുട്ടനെ പഠിപ്പിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കുഞ്ഞു ചെറുക്കൻ പഠിക്കുന്നത്. മുമ്പ് അഥർവായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവനിപ്പോൾ ഓഫീസിൽ കുറച്ചധികം വർക്കുകൾ വന്നതോടെ ഇന്ദിര ചുമതല ഏറ്റെടുത്തു. ശ്രീനന്ദ നേരെ മുകളിലേക്ക് ചെന്നു. മുകളിലെ മുറിയിൽ അഥർവില്ല. അതോടെ അവൾ ഊഹിച്ചു മിക്കവാറും ഓഫീസ് റൂമിൽ ഉണ്ടാകുമെന്ന്. അവൾ ഫോൺ എടുക്കുമ്പോൾ അതിൽ സജീവന്റെ മിസ്ഡ് കോൾസ് ഉണ്ട്. ശ്രീനന്ദ അയാളെ തിരിച്ചു വിളിച്ചു. ഹലോ അമ്മാവ. ആ ശ്രീമോളെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ഓഫീസിൽ പോയിട്ട്? കൊള്ളായിരുന്നു അമ്മാവ. പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, എല്ലാം നന്നായി തന്നെ നടക്കും. അമ്മാവനും അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അമ്മായി സാക്ഷി എവിടെ? ദാ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ട്. നിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുവാ. ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാം പറഞ്ഞുകൊണ്ട് സജീവൻ ഫോൺ സിന്ധുവിന് നേർക്ക് നീട്ടി. അമ്മാവും പറഞ്ഞിരുന്നു മോൾ ഇന്നു മുതൽ ജോലിക്ക് പോയി തുടങ്ങുമെന്ന്. അതുതന്നെയാ നല്ലത്. സിന്ധു അനുകൂലിച്ചു. പിന്നെ കുറച്ചു നേരം വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് കോൾ കട്ട് ചെയ്തത്. ഫോൺ വെച്ച് ശ്രീനന്ദ തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു കൈ വന്ന് അവളുടെ ഉടലിലൂടി ചുറ്റി വരിഞ്ഞു നിന്നു. പരിചിതമായ ഗന്ധം ആ റൂമിൽ നിറയുന്നത് അവൾ അറിഞ്ഞു. അവന്റെ അതരങ്ങൾ അവളുടെ കാതിലേക്ക് അമർന്നു. അമ്മാവനാ വിളിച്ചത്. അവൾ അവന്റെ കൈക്കൊള്ളിൽ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ന് ഓഫീസിൽ പോകുന്ന കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വിളിച്ചതാ. എന്നിട്ട് എന്തു പറഞ്ഞു? എല്ലാം നന്നായി നടക്കുമെന്ന് പറഞ്ഞു. ശ്രീനന്ദ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. പിന്നെ അത്താഴം കഴിക്കാൻ സമയമായപ്പോൾ അവർ രണ്ടാളും താഴേക്ക് ഇറങ്ങി ചെന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ ആര്യൻകുട്ടൻ ഉറങ്ങിയിരുന്നു. അയ്യോ, അതെന്തു പറ്റി അമ്മേ? അവൻ ഇന്ന് നേരത്തെ ഉറങ്ങിയത്? അറിയില്ല മോളെ, 2-3 ദിവസം സ്കൂളിൽ പോയതല്ലേ. ചിലപ്പോൾ കുട്ടികളുടെ കൂടെ ഓടിക്കളിച്ചതിന്റെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയതാവും. കഴിച്ചിട്ട് പോകാൻ നേരം അവനെ എടുക്കാനായി അഥർവ് റൂമിലേക്ക് ചെന്നതും ഇന്ദിര അത് തടഞ്ഞു. അവൻ എന്തായാലും ഇവിടെ കിടന്നില്ലേ അഥർവ്, ഇനിയിപ്പോ ഇവിടെ കിടന്നുറങ്ങട്ടെന്നേ. എടുത്താൽ ചിലപ്പോൾ ഉണരും. അവർ രണ്ടാളും മാത്രമായി മുകളിലേക്ക് കയറി ചെന്നു. വീട്ടിൽ അഥർവിന്റെ അടുത്തേക്ക് ചേർന്ന് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള അവന്റെ കള്ളനോട്ടങ്ങൾ അവളെ തേടി എത്തുന്നുണ്ട്. ശ്രീനന്ദയുടെ ഉള്ളം കുളിർന്നു. അഥർവിന്റെ കൈ തലേ രാത്രിയിലെ പോലെ തന്നെ അവളുടെ ഉടലിനെ ചുറ്റി വലിഞ്ഞു മുറുക്കി. പിന്നെ മെല്ലെ അവരുടെ പ്രണയത്തിന്റെ ഭാഷ മൗനമായി മാറി. കഴിഞ്ഞുപോയ രാത്രികളെ ഓർമ്മിപ്പിക്കും വിധം, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ മനോഹരമായ ഒരു രാത്രിയായിരുന്നു അന്നും അവർക്ക്. ആ രാത്രിയിലും നനഞ്ഞ് വിയർത്തൊട്ടി അഥർവിന്റെ നെഞ്ചോരം കവിൾ ചേർത്ത് വെച്ച് ശ്രീനന്ദയും കിടന്നുറങ്ങി. അവളുടെ മനസ്സിന്റെ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുന്നത് പോലെയൊരു ഇളം പുഞ്ചിരി ആ ഉറക്കത്തിനിടയിലും അവളുടെ അധരങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞു കാണായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ആദ്യം ഉണർന്നത് ശ്രീനന്ദയാണ്. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നും പെറുക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറിക്കൊണ്ടവൾ കുളിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. താഴെ അടുക്കളയിൽ വെട്ടം കണ്ടതും ശ്രീനന്ദ മനസ്സിലോർത്തു, അമ്മ ഉണർത്തിട്ടുണ്ടാവുമെന്ന്.
ഇനി മുതൽ ഭവാനിയമ്മയ്ക്ക് ജോലിക്ക് വരാനാവില്ലെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവരുടെ കൊച്ചുമകൻ എന്തോ അസുഖമാണ്. മരുമകൾക്ക് ജോലി ഉള്ളതിനാൽ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്രേ. അതുകൊണ്ട് അവർക്ക് ഇനി മുതൽ തുടർന്ന് വരാനും സാധിക്കില്ല. പകരം ഏജൻസിയിലെ ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ചേച്ചി ഇന്നു മുതൽ വരും. ശ്രീനന്ദ അതൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി ചെന്നത്. ആ സമയത്ത് ഇന്ദിര വെജിറ്റബിൾ കറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ, മോൾ ഇത്ര രാവിലെ എണീറ്റ് കുളിച്ചോ? അവളുടെ തലയിൽ നനഞ്ഞ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു ഇന്ദിര അങ്ങനെ ചോദിച്ചത്. രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ അമ്മേ, അതുകൊണ്ട് ഞാനിങ്ങ് എഴുന്നേറ്റ് പോന്നു. അത് കൊള്ളാം. കുറച്ചു നേരം കൂടി എഴുന്നേറ്റ് കിടന്നിട്ട് എഴുന്നേറ്റാ മതിയായിരുന്നല്ലോ. അദർവിനും ഓഫീസിൽ പോകാനുള്ളതല്ലേ. അവനെന്നിട്ട് ഇപ്പോഴും ഉറക്കമല്ലേ? ഇന്ദിര പറഞ്ഞതിന് മറുപടി ഒന്നും പറയാതെ ശ്രീനന്ദ കറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കുന്ന ജോലി തുടർന്നു. അപ്പോഴും അവളുടെ അധരങ്ങളിൽ ഒരിളം പുഞ്ചിരി ബാക്കിയാണ്. വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ തന്നെ അവരുടെ ജീവിതത്തിലെ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ശ്രീനന്ദയും അഥർവും പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. ആര്യൻകുട്ടന് മറ്റാരേക്കാളും പ്രിയപ്പെട്ടതായി മാറി അവൻ്റെ നന്ദ ആൻറ്റി. ഇന്ദിരയും മാധവനും അഥർവും ശ്രീനന്ദയും അടങ്ങുന്ന ആ കൊച്ചു കുടുംബം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു വർഷങ്ങൾക്കിപ്പുറമുള്ള ഒരു പ്രഭാതം രാവിലെ അഥർവ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ശ്രീനന്ദ തൊട്ടടുത്തുണ്ടായിരുന്നില്ല. ആര്യൻകുട്ടൻ ഇപ്പോഴും ഇന്ദിരയുടെയും മാധവന്റെയും കൂടെ തന്നെയാണ് കിടപ്പ്. അഥർവ് ആദ്യം തന്നെ പോയി ബാൽക്കണിയിലേക്കുള്ള കർട്ടൻ മാറ്റി ഗ്ലാസ് ഡോർ തുറന്നിട്ടു. സൂര്യരശ്മികളുടെ കുത്തൊഴുക്കിൽ മുറിയിലാകമാനം ഒരു മഞ്ഞ വെളിച്ചം പടർന്നു. ആദ്യം നന്ദി എഴുന്നേറ്റ് താഴേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി. വാഷ്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടത് അഥർവിന് മനസ്സിലായി ശ്രീനന്ദ അവിടെയുണ്ടെന്ന്. കുറച്ചേറെ സമയം അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ശ്രീനന്ദ വാതിൽ തുറന്നിറങ്ങാതായതോടെ അഥർവിന് എന്തൊക്കെയോ സംശയം തോന്നി. അവൻ വെപ്രാളത്തോടെ ചെന്ന് ബാത്റൂമിന്റെ ഡോറിൽ ശക്തിയിലിടിച്ചു. നന്ദ, നന്ദ, താനിത് എന്ത് ചെയ്യുവാ? എടോ, വാതിൽ തുറന്നേ. അഥർവ് വീണ്ടും വിളിച്ചു. അതും ഉച്ചത്തിലാണ് അവൻ വിളിച്ചത്. എന്നിട്ടും അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതായതോടെ അവന്റെ മനസ്സിലൊരു അപായ സൂചന മുഴങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അഥർവ് ആ ബാത്റൂമിന് പുറത്ത് നിസ്സഹായനായി നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നന്ദ, വീണ്ടും വീണ്ടും അവൻ വാതിൽ കൊട്ടി. എടാ, ഒന്ന് തുറന്നേ, ഞാനല്ലേ വിളിക്കുന്നത്. അവൻ ശക്തിയിൽ വാതിൽ കൊട്ടുമ്പോൾ അകത്തുനിന്നും യാതൊരു അനക്കവുമില്ല. തുടരും. എന്താണെന്നൊക്കെ പറയാട്ടോ. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല, ഉറപ്പ്. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാത്തവർ ദയവ് ഇത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്വന്തം മിത്ര. താങ്ക് യു.